ഞാൻ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് വരുന്നത് നടിയിൽ വിളവെടുപ്പ് അല്ലെങ്കിൽ പൂക്കളെ കാണിക്കുകയൊക്കെയാണല്ലോ. ഇന്നും അങ്ങനെ തന്നെ വരുന്നത് നടിയിലാണ്. ഞാനിങ്ങനെ നടുന്നത് നിങ്ങളെ കാണിക്കുന്നത് കുറേ പേര് പറയാൻ നടുന്നൊന്ന് കാണിക്കണേ എന്നുള്ളത്. വിളവെടുപ്പ് കാണിക്കണേന്നും പറയാറുണ്ട്, പൂക്കളെ കാണിക്കണം എന്ന് പറയാറുണ്ട്. അപ്പോൾ വിളവെടുപ്പ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വിളവെടുപ്പല്ല, നടിയിൽ കാണിക്കുന്ന അതുപോലെ നിങ്ങൾക്കും നടാലോ. ഞാൻ നട്ടിട്ട് അതുപോലെ നടുന്ന കുറേ പ്രിയപ്പെട്ടവരുണ്ട് നമ്മളെ കുടുംബത്തിൽ, കുറേ പേരുണ്ട്. ഞാൻ വളം ഉണ്ടാക്കി അതുപോലെ ഉണ്ടാക്കുന്നവരുണ്ട്. ഫ്ലാറ്റിലുള്ളവർ വരെ വളം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. വളരെയധികം സന്തോഷമുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ നടിയിൽ കാണിച്ചാൽ നിങ്ങൾക്ക് നടാലോ. പിന്നെ ഒരു പ്രചോദനം കൂടിയാണ്. ഒരാൾ നടുന്നത് കണ്ടാൽ എനിക്കും അങ്ങനെ നടണം എന്നൊക്കെ തോന്നുമല്ലോ. എൻ്റെ നടിയിൽ വേറെയും പ്രത്യേകത ഉണ്ട്. പോട്ടിന് പൈസ കൊടുക്കണ്ട, വളത്തിന് പൈസ കൊടുക്കണ്ട, തൈക്ക് പൈസ കൊടുക്കണ്ട, എല്ലാം നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഒരു വീട്ടുകാരും ബുദ്ധിമുട്ടാക്കുകയേ വേണ്ട. ഒരു വീട്ടമ്മ വിചാരിച്ചാൽ എല്ലാം സാധിക്കും. എൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. എൻ്റെ പോട്ട് ഏതാണെന്നുള്ളത്, വല ഏതാണെന്നുള്ളതൊക്കെ മനസ്സിലാവും. അപ്പോൾ ഞാനിന്ന് കുറച്ച് പച്ചക്കറി, ഒരേ ഐറ്റം മാത്രമല്ല കേട്ടോ, കുറച്ചധികം ഐറ്റംസ് ഉണ്ട്. അതെല്ലാം ഞാൻ നടാൻ പോവുകയാണ്. അപ്പോൾ ഞാനത് എൻ്റെ പ്രിയപ്പെട്ടവരെയും കൂടെ കാണിക്കാൻ പോവുക. എന്നാൽ വേരി നമുക്ക് പച്ചക്കറി നടാലോ. ഞാൻ പച്ചക്കറി ഉണ്ടാക്കാൻ പോകുന്നത് സിമെൻറ്റ് ചാക്കിലാണ്. ഇപ്പം ഈ സിമെൻറ്റ് ചാക്ക് ഞാൻ റൗണ്ടാക്കും, കെട്ടും എന്നൊക്കെ ഞാൻ അങ്ങനെ പറയുന്നുണ്ട് എൻ്റെ വീഡിയോയിൽ. അപ്പോൾ ഒരു കമൻറ്റ് കണ്ട് ഞാൻ എങ്ങനെ പരിശോധിച്ചിട്ടും തപ്പിയിട്ടും നിങ്ങൾ കെട്ടുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഒന്ന് പഠിപ്പിച്ച് തരുമോ എന്നുള്ളത്. അപ്പം എനിക്ക് മനസ്സിലായത് കെട്ടുന്നത് ഞാൻ നിങ്ങളെ കാണിക്കലില്ല, കെട്ടുന്ന് പറിച്ചിലേ ഉള്ളൂ എന്നുള്ളത്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ളതാ, അതിനുള്ള ചാക്ക് തുന്നുന്ന സൂചിയില്ലേ, ഇതാ ഇതിങ്ങനെ മറിച്ചിടുക. വൃത്തിയൊന്നും ഉണ്ടാവില്ല കേട്ടോ, ഇത് നമുക്ക് പുറത്ത് വെക്കാനുള്ളതല്ലേ. ഇതാ ഇങ്ങനെ മറിച്ചിട്ട് കഴിഞ്ഞിട്ട് ഈ അറ്റം കണ്ടില്ലേ, ഈ അറ്റം ഞാൻ ഇങ്ങനെ അങ്ങോട്ട് കുത്തും. ശ്രദ്ധിക്കണേ, ഇത് ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ ഊരി എടുക്കും. ഇതിൻ്റെ അറ്റവും ഒരു നീളമുള്ള കയറാണെങ്കിൽ ഒന്നും കൂടി ഞാൻ പൊട്ടിച്ചതാ കയറ് നീളം. ഈ അറ്റത്തിൻ്റെ ഈ സൈഡിൻ്റെ ഈ ഭാഗം ഇങ്ങോട്ട് എടുക്കും. ഇതിന് കുറച്ച് ചാക്ക് നൂല ഉണ്ടെങ്കിൽ വേഗം പൊട്ടും. അതാ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ചൂലിൽ നിന്ന് നൂലെടുത്ത് തെറ്റിപ്പോകുന്നു. ഇങ്ങനെ ഇതിങ്ങോട്ട് ഒന്ന് വിശദമായിട്ട് കാണിച്ചിരുന്നതാണ്. കാരണം എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനത് കാണിക്കലില്ല എന്നുള്ളത്. ഇതെടുത്തിട്ട് ഈ അറ്റല്ലേ, ഈ അറ്റും ഈ അറ്റും ഇനി നമുക്കിനി നൂല് വേണ്ട, നൂല് അടുത്തതിന് തികയൂര. ഈ അറ്റും ഞാൻ എന്താക്കുന്നറിയോ, കൂട്ടി ഞാൻ കെട്ടിക്കളയും. കണ്ടില്ലേ, രണ്ടും കൂടെ കൂട്ടി അങ്ങ് യോജിപ്പിക്കും. ഇങ്ങനെ അങ്ങ് കിട്ടും. ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെ. ഇനി വേറെ മാർഗത്തിലുള്ളവർ അറിയുന്നവരൊക്കെ ഉണ്ടാവും. ഇത് നമുക്ക് എന്തെങ്കിലും പച്ചക്കറി കെട്ടാനൊക്കെ എടുക്കാം. തക്കാളീൻ്റെ ഒക്കെ എപ്പോഴും ചായലല്ല, അപ്പോൾ ഇതിനെടുക്കാം. ഞാൻ അതിന് വേണ്ടി വെച്ച ഇതെടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ അങ്ങ് മറിച്ചിട്ട് പോട്ടി മിക്സ് ഇട്ടാലേ ഇത് എങ്ങനെ നിൽക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലാതെ എപ്പം മനസ്സിലാവില്ല. അപ്പം നിങ്ങൾക്ക് ഇതൊന്നും തിരിയില്ല. ഇങ്ങനെ വരും. പോട്ടി മിക്സ് ഇട്ടാൽ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കെട്ടുന്നത് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ അതേ ഗ്രോ ബാഗ് പോലെ തന്നെ നിൽക്കും, ആ റൗണ്ട് നിൽക്കും. ഞാൻ അങ്ങനെ കെട്ടില്ലൊക്കെ ഓരോ അനുഭവത്തിലൂടെ പഠിക്കുന്ന, അല്ലാതെ ഞാൻ ഒന്നും കണ്ടിട്ടൊന്നുമല്ല. അപ്പം ഇങ്ങനെ ഇതിനേക്കാൾ നല്ല മാർഗം അറിയുന്നവരുണ്ടാവും. അപ്പം ഇത് കണ്ടിട്ട് ഇതെല്ലാം നല്ലത് പറ്റുകയാണെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ. ഞാൻ ചെയ്യുന്നത് റൗണ്ടിൽ നിന്ന് കുറേ കൊള്ളിയും ചെയ്യും. ഞാൻ അങ്ങനെ മൊത്തമാക്കട്ടെ. ഞങ്ങളെ കാണിച്ചത് ഒരു ആളിനോട് കമൻറ്റ് പറഞ്ഞ് അതിലിട്ടതാ, ഞാൻ കണ്ടിട്ടില്ലല്ലോ, മൊത്തം പരിശോധിച്ചിട്ടും കണ്ടിട്ടില്ല. അതപ്പോൾ ശരിയാ, ഞാൻ കാണിച്ചില്ല. അതിങ്ങനെ
ഈ പോട്ടി മിക്സ് നിറച്ചാൽ ഒന്നും കൂടി പവറിൽ നിൽക്കുന്നത് കാണും കേട്ടോ. ഇങ്ങനെ ഞാൻ 5 എണ്ണം ഉണ്ടാക്കി. 5 എണ്ണം. ഇന്ന് 5 എണ്ണ നടുന്നത്. 5 പാത്രത്തിൽ നടുന്നുണ്ട്. അപ്പം ഞാൻ മൊത്തത്തികളെ കാണിച്ചാൽ നീണ്ടു പോകും. അല്ലേ തന്നെ നീണ്ടു വീണത് 3.5 മിനിറ്റൊക്കെ ആയിരുന്നത്. എന്താ കണ്ടില്ലേ? ഇനിയാണ് നടാൻ പോകുന്നത്. ഇതാ ഇനി തുടങ്ങുക കേട്ടോ. പൊട്ടി മിക്സി നടക്കട്ടെ. ഫസ്റ്റ് തന്നെ നറുക്കുന്നത് കരിയില മാക്സിമം കിട്ടുള്ളൂ. മാക്സിമം കരിയിലിട്ട് കഴിഞ്ഞാൽ ഇതെന്തായാലും വളമാകുമല്ലോ. അപ്പം നല്ലൊരു വളമായി. കരിയിലിട്ടാൽ നമുക്ക് ഇതിൻ്റെ വെയിറ്റും കുറയും. പിന്നെ മണ്ണ് ഉറച്ചു പോവൂല. നല്ല വേരോട്ടം കിട്ടും. മണ്ണ് പാറ പോലെ ഉറക്കൂല. നല്ല വേരോട്ടം കിട്ടും. വേരോട്ടം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ചെടി നല്ല ഉഷാറിൽ വളരുമല്ലോ. ഇത് ഇന്ന് രാവിലെ ഞാൻ അടിച്ചു വാരി എടുത്തതാണ്. ഈ റോഡിൻ്റെ സൈഡൊക്കെ അടിച്ചു വാരി. റോഡും വൃത്തിയാവും. നമുക്കാണെങ്കിൽ നല്ല വളം കിട്ടും. ചെടി നടാം. മണ്ണിൻ്റെ അളവ് കുറച്ച് മതി. അവസാനത്ത് മണ്ണാവും. ഇതൊന്നും നമ്മളിനി കാണൂല. കുറച്ച് കഴിഞ്ഞാലൊക്കെ മണ്ണായിട്ടുണ്ടാവും. അതിൻ്റെ മേലെ കുറച്ച് മണ്ണിടട്ടെ. കുറച്ച് മതി. ഒക്കെ ഒന്നേ മണ്ണിൽ സൂക്ഷ്മജീവികൾ ധാരാളം ഉണ്ടെങ്കിൽ ചില സൂക്ഷ്മജീവികൾ ഇത് വളമാക്കി മാറ്റുള്ളൂ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഇത് വിഘടിപ്പിച്ചിട്ട് വളമാക്കി മാറ്റുന്നുണ്ട്. ഉപദ്രവകാരികളുണ്ട് മണ്ണിൽ. സൂക്ഷ്മജീവികൾ ഈ പെട്ടെന്ന് ഇതാക്കുന്നുണ്ട്. അതങ്ങനെ. ഇനി ഞാൻ കുറച്ചും കൂടെ ഇടട്ടെ. ഞാൻ 2 കൊട്ട നിറച്ചും കൊണ്ട് വെച്ചിരുന്ന് നടാൻ പ്ലാൻ ചെയ്തത് കൊണ്ട് ഞാൻ അങ്ങനെ എന്തോ നടാൻ തീരുമാനിച്ചു. ഞാൻ അടങ്ങൂ. ഒന്ന് വഴുതിന നടണോ? നടുന്ന എന്താന്ന് കാണിച്ചു തന്നില്ലല്ലോ. വഴുതിന നടണം. കുറച്ചും കൂടി മണ്ണിട്ടാട്ടെ. ചപ്പിട്ടതിൻ്റെ ഇടയിൽ കുറച്ച് ഇടുന്നുള്ളൂ. മണ്ണൊക്കെ ഞാൻ അവിടെ കോരി കൊണ്ടുവച്ചതാ. ഇനി ഞാൻ ഇതൊക്കെ വളമായി മാറിക്കോളൂ. ഇതൊക്കെ അവിടെ എൻ്റെ ചീരച്ചെമ്പിൻ്റെ ഇലയാണ്. വെട്ടി കൊണ്ടുവന്ന് വെക്കുമ്പോൾ മൂത്തുപോയി. ഞാൻ മൂത്തത് പറ്റൂല. ഇത് ചീമക്കൊന്നയൊക്കെ വെട്ടിക്കൊണ്ട് വെച്ചിട്ട് 2-3 ദിവസമായി. എല്ലാം വാടീന് ഒക്കെ ഇതിൽ നിൽക്കട്ടെ. നിൻ്റെ മേലെ നമ്മൾക്ക് ഒക്കെ അടിയിൽ മാക്സിമം കുത്തി നിറക്കുക. എന്നാലും ഒക്കെ വളാവുമല്ലോ. ഇതൊക്കെ ജൈവല്ലേ. ഇതൊന്നും നമ്മൾ കാണുക തന്നെയില്ല. ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ വളമായി മാറിയിട്ടുണ്ടാവും. എൻ്റെ ഇത് കണ്ടില്ലേ? റൗണ്ടായില്ലേ? റൗണ്ടാക്കാനുള്ള വിദ്യ. ഇനി നമ്മൾ ഇടുന്നത് നമ്മളെ കരിയില കമ്പോസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ എൻ്റെ ചാനലിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവർ കുറേ പേര് ഇത് ഉണ്ടാക്കുന്നവരുമാണ്. ഭയങ്കര സന്തോഷമുണ്ട്. ഇതൊക്കെ കളർ വെക്ക്. ചാണകം തന്നെ. ചാണകത്തിന് ഇത്ര കറുപ്പുണ്ടോ എന്ന് സംശയമാണ്. ഇതന്നെ കരിയില കമ്പോസ്റ്റ്. ആ ചാക്കിന്ന് കുറച്ചിങ്ങ് വാരിയെടുത്തതാണ്. എല്ലാം ഒന്ന് ലെവൽ ചെയ്യും. എല്ലാ ഭാഗത്തേക്കും ലെവൽ ചെയ്താൽ എല്ലാ ഭാഗത്തേക്കും എത്തും ചെയ്യും. പിന്നെ പോട്ട് നല്ല ലെവൽ നിന്നോളൂ. എല്ലാ ഭാഗത്തും വേരെത്തുമല്ലോ. അപ്പം വേര് ജലവും ലവണങ്ങളൊക്കെ വലിച്ചെടുക്കുമ്പോൾ എല്ലാ ഭാഗത്തുനിന്നും കിട്ടട്ടെ. ഇനിയാണ് നമ്മൾ ചെടി നടാൻ പോകുന്നത്. ചെടി നടുമ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് മണ്ണിടണം. അതിൻ്റെ മേലെയാ ചെടി വെക്കുന്നത്. ഇതാണ് ഞാൻ നടാൻ പോകുന്നത്. വഴുതിന തൈ ചെറുത് കിട്ടിയത് ഞാൻ ഒരു പോട്ടിൽ വെച്ച് വലുതാക്കിയത് ICUവിലൊക്കെ വെച്ചിട്ട്. എന്നിട്ടാണ് നടുന്നത്. ഇങ്ങനെ കമിഴ്ത്തി വെക്കുക. ഇങ്ങനെ ആക്കിയാൽ മതി. ഇതിൽ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ നട്ട് ഞാളാക്കും. കണ്ടോ വേര് ചുറ്റും വേരായി പോയിട്ടോ. ഇതിൽ തന്നെ നോക്ക്. കർമൂസ് തൈ ഉണ്ടാവുന്നുണ്ട്. ചീരത്തൈ ഉണ്ടാവുന്നുണ്ട്. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് അതൊക്കെ നമുക്ക് മാറ്റി നടാം. ഞാനിത് നടാൻ പോട്ടെ. വിജയകരമായിട്ട് നട്ട് കഴിഞ്ഞു. ഞാൻ എൻ്റെ ചുറ്റും കുറച്ച് ഇതിടട്ടെ. നമുക്ക് വെള്ളമൊക്കെ എപ്പോഴും മഴ വന്നാൽ മണ്ണ് തെറിച്ച് പോകണ്ട. ഉള്ള മണ്ണ് തെറിച്ച് പോകണ്ട. അതിന് കുറച്ച് അങ്ങനെ ഞാൻ എൻ്റെ ഒന്നാമത്തത് നട്ട് കഴിഞ്ഞു. ഇനിയുണ്ട് നടാൻ. ചാക്കൊക്കെ നിങ്ങൾ വട്ടത്തിലാക്കി നിങ്ങൾ കണ്ടില്ലേ?
അപ്പോൾ ഞാൻ നടുപോലെ നിങ്ങൾ നടണം കേട്ടോ, എന്നിട്ട് കമൻ്റ് ഇടണേ. എനിക്കിഷ്ടമാണ്, എത്രയോളം കൃഷിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൃഷി വേണ്ടാന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞവരൊക്കെ ഉണ്ട്, അവരും തിരിച്ചു വന്നു. അതൊക്കെ എൻ്റെ കൃഷി കണ്ടിട്ട് തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഞാൻ ഇതിന്ന് നടുന്നുണ്ട്, എനിക്ക് നിങ്ങൾ എന്നോട് പറയണം ഇത് കണ്ടിട്ട് നട്ടു എന്നുള്ളതൊക്കെ പറയണം കേട്ടോ. ഇനി ഒന്ന് കഴിഞ്ഞു, എന്താ സൂപ്പറായിട്ട് ഇങ്ങനെ പൊന്തിക്കും താത്തിയൊക്കെ ചെയ്യുക, വെയിലുള്ളിടത്ത് കൊണ്ടുവെക്കാം. ഇത് ധൈര്യം നമുക്ക് വെയിലെ തന്നെ വെക്കാം. ഇനി ICU ഒന്നും ഇതിന് വേണ്ട, എല്ലാം കഴിഞ്ഞു, ഇതിൻ്റെ പരിചരണമൊക്കെ കഴിഞ്ഞതാ. രണ്ടാമത്തെ വഴുതിന പ്ലാസ്റ്റിക് കവറിന് മാറ്റട്ടെ, നടട്ടെ. സൂപ്പറായിട്ട് നട്ടു കഴിഞ്ഞു. ഇതിൻ്റെ പോട്ടി മിക്സ് ഒന്നും ഞങ്ങളെ കാണിച്ചില്ല, കാരണം എന്താ പറഞ്ഞാൽ ആദ്യം അതേ പോട്ടി മിക്സ് തന്നെയാണ്. ഇനി ഞാനിതിൽ ഇതൊന്ന് മാറ്റി വെക്കട്ടെ. ഇനി മൂന്നാമത്തെ ഞാനിങ്ങോട്ട് ഊരി എടുത്തതാ. അങ്ങനെ 1 2 3 പിന്നെ വഴുതിന നട്ടു, 3 വഴുതിന നട്ടു. അപ്പം ഞാൻ നടുപോലെ നിങ്ങൾ നടണം കേട്ടോ. എന്താ പോട്ടി മിക്സൊക്കെ ഞങ്ങൾ കാണിച്ചു തന്നല്ലേ, ഒന്നും ഒരു ഞെരുക്കില്ല. നമ്മളെ വീടിൻ്റെ ചുറ്റുമുള്ളത് ഇങ്ങനെ വാരിക്കോരി ഇങ്ങോട്ട് എടുത്താൽ മതി, ഒരു വാളും പൈസ കൊടുത്ത് നിങ്ങൾ വാങ്ങാൻ നിൽക്കണ്ട. പോട്ടും എന്താ എൻ്റെ ഇതും. ഇനി ഞാനിത് വെയിലത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കൂ. ഇനി അടുത്ത് നടട്ടെ. അടുത്ത് ഞാൻ വഴുതിനല്ല കേട്ടോ, ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. അടുത്ത പോട്ടി മിക്സ് നിറച്ചത് ആദ്യത്തേത് തന്നെയാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതിൽ നടന്നൊരു പച്ചച്ചീരയൊക്കെ എനിക്ക് ഞാൻ കരിയില കമ്പോസ്റ്റിൽ മുളച്ച് വന്നതായി. ഇത് മുളച്ച് വന്ന് കുറച്ച് വലുതായി, ഇപ്പോൾ ഞാൻ മാറ്റി നടട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പോൾ വഴുതിന തൈ പൈസ കൊടുക്കേണ്ടി വന്നില്ല. ഈ ചീര നമ്മൾ എങ്ങനെയാലും ചീര ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഉഷാറിൽ പോറ്റിയാലുണ്ടല്ലോ നന്നായിട്ട് ഇങ്ങോട്ട് വട്ടം കൂടും. അപ്പോൾ അതാ 3 വഴുതിന 1 ചീര. ഇനി അടുത്തത് വേറൊന്ന് നടാണ്ട് ഇവിടെ എടുത്ത് വെക്കട്ടെ, സ്ഥലമില്ല. ഇനി അടുത്തത് കൂർക്ക. അപ്പം കൂർക്ക നടണമെങ്കിൽ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യണം. കൂർക്കൻ്റെ തണ്ടാണ് നടല്. ഇങ്ങനെ വിത്ത് നട്ടാൽ ഉണ്ടാവുക എന്നുള്ള എനിക്കറിയില്ല, ഈ തണ്ടാണ് നടുന്നത്. അപ്പം ഞാൻ ഈ ഒരു 8 കൂർക്ക നട്ടുണ്ടായതിൽ നിന്ന് ഞാൻ പൊട്ടിച്ച് ഒരു 10 ചാക്കിലരെ നട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയും ഉണ്ടാവുക തന്നെ. എന്താ അപ്പം ഞാനങ്ങനെ പൊട്ടിച്ച് നടുകയല്ലാതെ ഇതിനായിട്ടുള്ളതാ, വിത്ത് പറിക്കാനായിട്ടുള്ള മദർ പ്ലാന്റ് തന്നെ പേര് പറയാം. ഇതിനെ തണ്ട് പൊട്ടിക്കാനായിട്ട് വെച്ചതാ. ഇതിലിപ്പോൾ കിഴങ്ങുണ്ടാവുക എന്നുള്ള അറിയില്ല. ഇപ്പം കൂർക്കയ്ക്ക് പ്രത്യേക സമയമൊന്നുമില്ല, നനക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നനക്കാനും പിന്നെ നല്ല വെയിലും കിട്ടുകയാണെങ്കിൽ കൂർക്ക ഏത് സമയത്തും ഉണ്ടാവും. നമുക്ക് എപ്പോഴും കൂർക്ക പറിക്കാം. കൂർക്ക നടട്ടെ. കൂർക്ക നടുന്നത് കാണാൻ രസം, നല്ലൊരു പച്ചയാണല്ലോ. ചുറ്റും അങ്ങ് നട്ടു കൊടുത്താൽ ഞാൻ നടുപോലെ നിങ്ങൾ നടണം കേട്ടോ. കുറേ പേര് അങ്ങനെ നടുന്നുണ്ട് എന്ന് പറഞ്ഞ് മടി മാറി കിട്ടും. ഒരാൾ നടുന്നത് കാണുമ്പോൾ നമുക്ക് നടാനുള്ളൊരു പ്രചോദനം ഉണ്ടാകുമ്പോൾ നടണം തോന്നും. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് നട്ട് നിങ്ങൾ കണ്ടില്ലേ, വഴുതിന, ചീര ഒന്നുമല്ല ഇനി നടാണ്ട്, ചീര ഒന്നേ ഞങ്ങളെ കാണിച്ചുള്ളൂ. കൂർക്ക എപ്പോഴും നമുക്ക് ഓരോന്ന് നട്ടാൽ നമുക്ക് എപ്പോഴും വിളവെടുക്കാമല്ലോ. വിഷരഹിത പച്ചക്കറി നമ്മളെ മക്കളെ തീറ്റിക്കാലോ. ആണുങ്ങൾ പോയിട്ട് പണിയെടുത്തിട്ട് അരി വാങ്ങിക്കൊണ്ട് വരട്ടെ. നമുക്ക് ഇങ്ങനെ ഓരോന്ന് 1 മണിക്കൂർ മതി ഒരു ദിവസം ഇങ്ങനെ മെനക്കെട്ടിട്ട് ഓരോന്നുണ്ടായി. പിന്നെ അത് മാത്രമല്ല, ഉണ്ടായി കണ്ടാൽ നമുക്ക് ഇനിയും ഇങ്ങനെ ഉണ്ടാക്കണം എന്ന് നമുക്ക് തോന്നും. ഉണ്ടായി കാണണം വെച്ചേ ഓരോ ജീവികൾ വന്ന് ആക്രമിച്ചാൽ നമുക്ക് മൂഡ് മൊത്തം പോവും. അതിനുള്ള മരുന്നൊക്കെ ഞാൻ കാണിച്ചു നിന്നിട്ടോ, ഒന്ന് അടിച്ച് നോക്കണേ, ഉണ്ടാക്കി നോക്കണേ. അതൊന്നും പൈസ കൊടുക്കാത്തതാ. അപ്പം ഞാൻ പറഞ്ഞത് ശരിയല്ലേതാ, ഇതിന് പൈസ വേണ്ട, ചാക്കിന് പൈസ വേണ്ട, വിത്തിന് പൈസ വേണ്ട, വളത്തിന് പൈസ വേണ്ട, വീടും പരിസരവും ഒക്കെ വൃത്തിയായി എല്ലാ ചപ്പും കൊണ്ടുപോയിട്ട് ഇനി ഇത് കുറച്ച് ഞാൻ ഒന്ന് ഇരിക്കും കേട്ടോ, ഒന്ന് അമരുമ്പോൾ നമുക്ക് വീണ്ടും ഇട്ട് കൊടുത്ത് നമുക്കിനി ഓരോ വളർച്ച ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കൂട്ടോ. നിങ്ങളത് ഇപ്പം കാണാൻ എനിക്കൊരു മാർഗമില്ല, എനിക്ക് കാണാൻ ഇഷ്ടമാണ്. ഓരോരുത്തർ 5ാമത്തെ കരിയില കമ്പോസ്റ്റ് ചാക്ക് നിറക്കാൻ പോകുക എന്നൊക്കെ പറഞ്ഞ് കമൻ്റൊക്കെ കണ്ട്. താങ്ക്സ് കേട്ടോ, വളം പൈസ കൊടുത്ത് വാങ്ങണ്ടല്ലോ.
ഞാൻ ഇന്ന് നട്ടത് ഇതാ 1 2 3 4 5 6. ഇതെൻ്റെ പഴയതാട്ടോ. ഇതെൻ്റെ ബീൻസാ. എൻ്റെ ബീൻസൊക്കെ ഉഷാറാണ്. കണ്ടിരുന്നത് ബീൻസ് നട്ടതൊക്കെ ഞങ്ങളെ കാണിച്ചതാ. ഇവിടെ വെയിലയിപ്പി. ഇതെൻ്റെ ഉള്ളി നട്ടതാ. ഉള്ളി നട്ട് ഉഷാറായി വരുന്നുണ്ട്. ഇതെൻ്റെ പാകിയത് മുളക്കുന്നുണ്ട് കേട്ടോ. പാകിയതാ ഇതെല്ലാം. ഇതെൻ്റെ ഉരുളക്കിഴങ്ങ. എൻ്റെ പച്ചമുളക് ഉണ്ടാകുന്നത് കണ്ടോ? എന്തൊരു അടിപൊളിയില്ല. നമ്മളിങ്ങനെ കരിയിലിട്ടുണ്ടാക്കിയാൽ അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. നിങ്ങളെ കാണിച്ചു തരുന്നതാ. എന്താ കണ്ടില്ലേ മുളകുണ്ടാകുന്നത്? തക്കാളി ഇതാ. എൻ്റെ തക്കാളി ഇത് അവിടെ ഉഷാറായി വരുന്നുണ്ട്. മൊത്തം തക്കാളിയാ. അപ്പോൾ ഞാൻ നട്ടതൊക്കെ കണ്ടല്ലോ. ഞാൻ എൻ്റെ പഴയതും കണ്ടല്ലോ. ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.